Japan and cooperative movement. ജപ്പാനിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്താണ് ജപ്പാന്റെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് പ്രത്യേകതകൾ? ജപ്പാനിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലാണ്? നമ്മൾ പറഞ്ഞതാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെന്റ്, മാർക്കറ്റിംഗ് സൊസൈറ്റീസ്, അങ്ങനെ തുടങ്ങി ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ചൈന, മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിന് USA, കൺസ്യൂമർ കോപ്പറേറ്റീവ്സിൻ്റെതായിട്ട് നമ്മൾ പറഞ്ഞത് ഇംഗ്ലണ്ട്, ക്രെഡിറ്റ് സൊസൈറ്റീസായി നമ്മൾ പറഞ്ഞത് ജർമ്മനി. ദെൻ ജപ്പാനീസ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് അറിയപ്പെടുന്നത് മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആയിട്ടാണ്. മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് അവിടെ സ്ഥാപിച്ചത്. 14th സെഞ്ചുറിയോട് കൂടി തന്നെ അവിടെ പീപ്പിൾ എന്ത് ചെയ്തിട്ടുണ്ട്? യൂസ് ടു ഫോം ഗ്രൂപ്പ് ടു പൂൾ ദെയർ സേവിങ്സ് ഫോർ മ്യൂച്വൽ ഹെൽപ്പ്. ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്നുള്ള രീതിക്ക് തുടക്കം ഇട്ടിട്ടുണ്ട്. അങ്ങനെ തുടക്കമിട്ട ഓർഗനൈസേഷൻ, കോപ്പറേറ്റീവ് സെക്ടറിൽ ഫസ്റ്റ് വന്ന ഓർഗനൈസേഷനാണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഓർഗനൈസേഷൻ. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഓർഗനൈസേഷൻ അറിയപ്പെട്ടിരുന്നത് കോഹ് എന്നാണ്, KOH. മറ്റൊന്നാണ് സെൻട്രൽ ഓർഗനൈസേഷൻ ഓഫ് KOH. ഈ ക്രെഡിറ്റ് ഓർഗനൈസേഷൻ്റെ ഒക്കെ സെൻട്രൽ ഓർഗനൈസേഷൻസ് അവ അറിയപ്പെട്ടത് കോട്ടുകോ എന്ന് പറഞ്ഞാൽ KOHTOKU. പിന്നെയുള്ളത് മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ്സ് ആണ്, MPCS. രാജ്യത്തിന്റെ 12% നാഷണൽ ഇൻകവും 72% ഫുഡ് റിക്വയർമെന്റ് ഓഫ് ദി കൺട്രിയും പ്രൊഡ്യൂസ് ചെയ്യുന്നത് അഗ്രികൾച്ചറാണ്. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചറിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് അസോസിയേഷൻസ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ജപ്പാനിൽ. ജപ്പാനീസിലെ ഫാമേഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തു കോപ്പറേറ്റീവ് അസോസിയേഷൻ ഫോർ ഇംപ്രൂവിങ് ദെയർ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി. ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഓർഗനൈസേഷൻ എന്ത് ചെയ്തു? ഫോം ചെയ്തു. അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് അസോസിയേഷൻ, അല്ലെങ്കിൽ അവയെ തന്നെ അറിയപ്പെടുന്നത് മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ളതാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അമംഗ് ദം, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണത്. അവരുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ്, ഇൻപുട്ട് സപ്ലൈ, ക്രെഡിറ്റ്, മ്യൂച്വൽ ഇൻഷുറൻസ്, പ്രോസസ്സിംഗ് ഓഫ് ഗുഡ്സ് തുടങ്ങിയവയാണ്. അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് അസോസിയേഷൻ അല്ലെങ്കിൽ മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പണി മാർക്കറ്റിംഗ്, ആവശ്യമുള്ള ഇൻപുട്ട് സപ്ലൈ ചെയ്യുക, കർഷകർക്ക് ആവശ്യമായിട്ടുള്ള ഇൻപുട്ട്, തൊഴിലുപകരണങ്ങൾ അല്ലെങ്കിൽ വിത്തിനങ്ങൾ തുടങ്ങിയിട്ടുള്ള ഇൻപുട്ടുകൾ സപ്ലൈ ചെയ്യുക, അവർക്ക് ആവശ്യമുള്ള ലോൺ, വായ്പ ലഭ്യമാക്കുക, ക്രെഡിറ്റ് ലഭ്യമാക്കുക. മൂന്നാമത് പറയുന്നത് മ്യൂച്വൽ ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഇൻഷുറൻസ് എന്നുള്ള രീതിയിലാണ്. സാധാരണ ഇന്ന് കാണുന്ന ഇൻഷുറൻസ് അല്ല. മ്യൂച്വൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു പരസ്പരം ഷെയർ ചെയ്യുന്ന രീതിയിലാണ് ഇൻഷുറൻസ് നിലകൊള്ളുന്നത്. അഗ്രികൾച്ചറിനുണ്ടാകുന്ന നഷ്ടത്തെ അഗ്രികൾച്ചറിന്റെ പ്രൊഡക്ഷനുണ്ടാകുന്ന ലോസിന് എല്ലാവരും കൂടി ഷെയർ ചെയ്യുന്ന രീതിയാണ് മ്യൂച്വൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. പ്രോസസ്സിംഗ് ഓഫ് ഗുഡ്സിന്റെ പ്രോസസ്സ് ചെയ്ത് നല്ല പ്രൊഡക്റ്റാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതൊക്കെയും മൾട്ടിപർപ്പസ് സൊസൈറ്റീസിന്റെ കീഴിൽ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളാണ്. എന്തൊക്കെയാണ് മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫങ്ഷൻസ് എന്ന് നോക്കാം. ഒന്നാമത്തെ സപ്ലൈ ഓഫ് ക്രെഡിറ്റ് എന്നുള്ളതാണ്. സപ്ലൈ ഓഫ് ക്രെഡിറ്റ് ഒന്നാമത്തെ ധർമ്മമായിട്ട് പറയുന്നത്. Multi-purpose cooperative societies give loan to farmers and have helped agriculture production. Agriculture production help ചെയ്യാൻ വേണ്ടിയിട്ട് ലോൺ പ്രൊവൈഡ് ചെയ്യായിരുന്നു. കോപ്പറേറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്ന 51% ഓഫ് ടോട്ടൽ ലോൺ ടു ഫാമേഴ്സിനായിരുന്നു. ലോൺ ആർ അഡ്വാൻസ് സബ്ജക്ട് ടു ദി മാക്സിമം ക്രെഡിറ്റ് ലിമിറ്റ് ഫിക്സഡ് ബൈ സബ് കമ്മിറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് അസോസിയേഷൻ.
കോപ്പറേറ്റീവ് അസോസിയേഷന്റെ സബ് കമ്മിറ്റീസ് നിശ്ചയിക്കുന്ന ഒരു ലിമിറ്റ് ഉണ്ട്, മാക്സിമം ക്രെഡിറ്റ് ലിമിറ്റ്. അതിനനുസരിച്ചായിരുന്നു ലോൺ പ്രൊവൈഡ് ചെയ്തിരുന്നത്. അതായത് ലോൺ തോന്നിയ പോലെ കൊടുക്കുകയല്ല, ലോൺസ് ആർ അഡ്വാൻസ്ഡ് ഒരു മാക്സിമം ക്രെഡിറ്റ് ലിമിറ്റ് അനുസരിച്ച് മാത്രമാണ് കൊടുത്തിരുന്നത്. ലോൺ ഫോർ കൺസപ്ഷൻ പർപ്പസ് എന്ന് പറഞ്ഞില്ലായിരുന്നു. അതായത് കൺസ്യൂമർ ഗുഡ്സ് വാങ്ങിക്കാനൊക്കെ കൊടുക്കുന്ന ലോണ്, അത്തരം ലോൺസ് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. ലോൺസ് ആർ അഡ്വാൻസ്ഡ് ഓൺ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫ് ദി ബോറോവർ, അല്ലെങ്കിൽ ഓൺ ദി സെക്യൂരിറ്റി ഓഫ് ദി ഗ്യാരണ്ടർ ഓർ ഓൺ ദി മോർട്ട്ഗേജ് ഓഫ് ദി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. 3 തരത്തിലാണ് ലോൺ പ്രൊവൈഡ് ചെയ്തിരുന്നത്. പേഴ്സണൽ സെക്യൂരിറ്റിയിൽ, 2 ഗ്യാരണ്ടർ സെക്യൂരിറ്റിയിൽ, 3 മോർട്ട്ഗേജ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ മോർട്ട്ഗേജിൽ. അങ്ങനെ 3 തരത്തിലാണ് ലോൺ കൊടുത്തിരുന്നത്. അപ്പൊ സപ്ലൈ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിന്റെ ഒന്നാമത്തെ ധർമ്മമാണ്. അത് ഫാർമേഴ്സിന് ലോൺ കൊടുക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. കോപ്പറേറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് 51% ലോൺ ടു ഫാർമേഴ്സിനായിരുന്നു. ലോൺസ് അഡ്വാൻസ് ചെയ്തത് സബ്ജക്റ്റ് ടു മാക്സിമം ക്രെഡിറ്റ് ലിമിറ്റിന് അനുസരിച്ച് മാത്രമായിരുന്നു. ലോൺ ഫോർ കൺസപ്ഷൻ പർപ്പസ് വെരി ലോ ആയിരുന്നു. ലോൺസ് ആർ അഡ്വാൻസ്ഡ് ഓൺ ദി പേഴ്സണൽ സെക്യൂരിറ്റി ഓഫ് ദി ബോറോവർ ആയിരിക്കാം, അല്ലെങ്കിൽ സെക്യൂരിറ്റി ഓഫ് ദി ഗ്യാരണ്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ മോർട്ട്ഗേജ് ഓഫ് ഇമ്മൂവബിൾ ഓൺ ഹിസ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ആയിരിക്കാം. 3 വിധത്തിലാണ് ലോൺ കൊടുത്തിരുന്നത്. മറ്റൊരു ധർമ്മമാണ് കളക്ഷൻ ഓഫ് ഡെപ്പോസിറ്റ്സ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, കോപ്പറേറ്റീവ് അസോസിയേഷൻസ് ഇൻ ജപ്പാൻ ആർ ഏബിൾ ടു സെക്യൂർ ഹ്യൂജ് ഡെപ്പോസിറ്റ് ഫ്രം, അതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് ഹ്യൂജ് ഡെപ്പോസിറ്റ് മൊബിലൈസ് ചെയ്യാൻ കഴിയുമായിരുന്നു. ഡെപ്പോസിറ്റ് ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റി അക്കൗണ്ട്സ് മോർ ദാൻ 70% ഓഫ് ടോട്ടൽ ഡെപ്പോസിറ്റ് ഓഫ് ദി ഫാർമേഴ്സ്. ഫാർമേഴ്സിൻ്റെ ഒക്കെ ഡെപ്പോസിറ്റിന്റെ 70% ആരുടെ കയ്യിലായിരുന്നു? കോപ്പറേറ്റീവ്സിലായിരുന്നു എന്ന് പറയാം. ഡെപ്പോസിറ്റ്സ് ആർ ഓൾസോ റൈസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ടും ഡെപ്പോസിറ്റ് മൊബിലൈസ് ചെയ്തിരുന്നു. ഡെപ്പോസിറ്റ് ആസ് എ പാർട്ട് ഓഫ് പ്രോഫിറ്റ് ഈസ് കെപ്റ്റ് ആസ് എ റിസർവ് വിച്ച് ഇൻക്രീസ് ഡെപ്പോസിറ്റ്. റിസർവിൽ പ്രോഫിറ്റിന് എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റിനെ റിസർവിലായിട്ട് സൂക്ഷിക്കുന്നത് എന്തായി മാറുന്നത്? ഡെപ്പോസിറ്റായി മാറുന്നു. ഡെപ്പോസിറ്റ്സ് ഓൾസോ റൈസ്ഡ് വിത്ത് ഹെൽപ്പ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലിലൂടെയും ഡെപ്പോസിറ്റ് മൊബിലൈസ് ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ റിസർവ് ആയിട്ട് വരുന്ന പ്രോഫിറ്റ്, അതും ഈ ഡെപ്പോസിറ്റ് മൊബിലൈസ് ചെയ്യാറുണ്ടായിരുന്നു. ഡെപ്പോസിറ്റ്സ് റൈസ് ചെയ്യുന്നത് റിസർവ്സ് ആയിട്ടും പ്രോഫിറ്റ് ആയിട്ടും റൈസ് ചെയ്യാറുണ്ടായിരുന്നു. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ബോറോയിങ്സ് ആവശ്യമുണ്ടെങ്കിൽ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്തിനും സഹായിക്കുമായിരുന്നു വരെ. The system of attracting deposit is linked with the system of food procurement in the country. അടുത്ത സിസ്റ്റം ഡെപ്പോസിറ്റ് അട്രാക്ട് ചെയ്യുന്നത് ഫുഡ് പ്രൊക്യൂർമെന്റ് ആയിട്ട് എന്ത് ചെയ്തിരുന്നു? ലിങ്ക് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അവരുടെ റൈസ് ആയിരുന്നു അവരുടെ മെയിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ്. 70% ടോട്ടൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ വരുന്നത് അതായിരുന്നു, റൈസ് ആയിരുന്നു. As per the law, the farmers has to sell their surplus produce to government. അടുത്ത നിയമം അനുസരിച്ച് ഫാർമേഴ്സ് എന്ത് ചെയ്യണമായിരുന്നു? സർപ്ലസ് പ്രൊഡ്യൂസ് ഗവൺമെന്റ് സെല്ല് ചെയ്യാമായിരുന്നു. ഗവൺമെന്റ് അസൈൻ ദ വർക്ക് പ്രൊക്യൂർമെന്റ് ഓഫ് അഗ്രികൾച്ചർ കോപ്പറേറ്റീവ്. അഗ്രികൾച്ചർ കോപ്പറേറ്റീവ്സിന്റെ വർക്ക് പ്രൊക്യൂർമെന്റ് ചെയ്ത് വർക്ക് അസൈൻ ചെയ്ത് കൊടുത്തിരുന്നത്, പ്രൊക്യൂർമെന്റിന്റെ അസൈൻ ചെയ്ത് കൊടുത്തിരുന്നത് അഗ്രികൾച്ചർ കോപ്പറേറ്റീവ്സിനായിരുന്നു. ഒരു മെമ്പർ സെൽ ഈസ് പ്രൊഡ്യൂസ് ടു അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് അസോസിയേഷൻ ഈസ് വില്ലേജ് ഓഫ് ദി പ്രൈസ് ഈസ് ക്രെഡിറ്റഡ് ടു ഹിസ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ഒരാൾ സെല്ല് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അയാളുടെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും? പൈസ വരും. ഈ രീതിയിലായിരുന്നു. When a member sells is produced to agriculture cooperative association, the price is credited to the deposit account. ഈ ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ആയിട്ട് വരുന്ന രീതിയിലാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ക്രോപ്സ് പ്രൊക്യൂർ ചെയ്തിരുന്നത്. പിന്നെയുള്ളത് മാർക്കറ്റിംഗ് ക്രോപ്സ്. മൾട്ടിപർപ്പസ് സൊസൈറ്റിയുടെ മൂന്നാമത്തെ ധർമ്മമാണ് മാർക്കറ്റിംഗ് ക്രോപ്സ്. സൊസൈറ്റീസ് അഗ്രികൾച്ചർ മാർക്കറ്റിങ്ങിനും സൊസൈറ്റീസിൽ ഏർപ്പെട്ടിരുന്നു.
rice, wheat, barley, cocoa, milk, fruits, vegetables are main items of the marketing. ഇതൊക്കെ മാർക്കറ്റിംഗിന്റെ ഐറ്റംസ് ആയിരുന്നു. അത് പ്രൈമറി അസോസിയേഷൻസ് കളക്ട് ദി പ്രൊഡക്റ്റ് ഫ്രം ദി ഫാർമേഴ്സ്, മാർക്കറ്റ് ഇറ്റ് ത്രൂ ദി റീജിയണൽ ആൻഡ് നാഷണൽ മാർക്കറ്റിംഗ് റീജിയണൽ മാർക്കറ്റിംഗ് അസോസിയേഷനിലൂടെയും നാഷണൽ മാർക്കറ്റിംഗ് അസോസിയേഷനിലൂടെയും ഇതൊക്കെ വിൽക്കാറുണ്ടായിരുന്നു. The main item of the commodity market through the cooperatives rice ആയിരുന്നു. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഉൽപ്പന്നം ക്രോപ്പ് എന്ന് പറയുന്നത് റൈസ് ആയിരുന്നു എന്ന് പറയാം. എല്ലാ മാർക്കറ്റബിൾ ആയിട്ടുള്ള റൈസും പർച്ചേസ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്, ത്രൂ കോപ്പറേറ്റീവ്സിലാണ്. അതിന് അവർ സപ്പോർട്ട് പ്രൈസ് സ്കീം ഉണ്ടായിരുന്നു, ഒരു സപ്പോർട്ട് പ്രൈസ് നൽകിയിരുന്നു. കോപ്പറേറ്റീവ് അസോസിയേഷൻ ഹാവ് ദെയർ ഓൺ ഗോഡൗൺ, സ്വന്തമായിട്ട് ഗോഡൗൺ അറേഞ്ച്മെന്റ്സ് ഉണ്ടായിരുന്നു ഇവർക്ക്. പിന്നെ ഉള്ളതാണ് സപ്ലൈ ഓഫ് ഫാം ആൻഡ് ഹൗസ് ഹോൾഡ് കമ്മോഡിറ്റീസ്. Agriculture cooperatives also arrange to supply farm requirement to their members. മെമ്പേഴ്സിന് ആവശ്യമായിട്ടുള്ള ഫാം റിക്വയർമെന്റ്സ്, ഫാമിനുള്ള ഉപകരണങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്തിരുന്നു? ഫാമിനുള്ള സീഡ്സ്, കാറ്റിൽ ഫീഡ്സ്, ഫാം ഇംപ്ലിമെന്റ്സ്, ഇൻസെക്ടിസൈഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, ഇതൊക്കെയും വിതരണം ചെയ്തിരുന്നു. അത് ഫെർട്ടിലൈസേഴ്സ് ആർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമ്മോഡിറ്റീസ് ആയിരുന്നു അവർ സപ്ലൈ ചെയ്യുന്നത്. അവരുടെ മെമ്പേഴ്സിന്റെ റിക്വയർമെന്റ് അസസ് ചെയ്യും സിസ്റ്റമാറ്റിക് വേയിലൂടെ, അത് ബൈ ദി പ്രൈമറി അസോസിയേഷനിലൂടെ. അങ്ങനെ ദ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഓഫ് ജപ്പാൻ സപ്ലൈസ് മോർ ദാൻ 70% ഓഫ് പ്രൊഡക്ഷൻ റിക്വയർമെന്റ്സ് ഓഫ് 55% ഓഫ് കൺസംഷൻ ഗുഡ്സ് ടു ഇറ്റ്സ് മെമ്പേഴ്സ്. 70% പ്രൊഡക്ഷൻ റിക്വയർമെന്റ്സും 55% കൺസംഷൻ ഗുഡ്സും എന്ത് ചെയ്തിരുന്നത് കോപ്പറേറ്റീവ് ഓർഗനൈസേഷനിലൂടെയാണെന്ന് പറയാം. സൊസൈറ്റീസ് ഫാമേഴ്സിന് എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്തും ഈ സപ്ലൈ ചെയ്യൽ മാത്രമല്ല, ഗൈഡൻസ് ഇൻ ദ ഫാം ഓപ്പറേഷൻസ്, പ്ലാനിങ്, പ്രൊഡക്ഷൻ, ടെസ്റ്റ്, സോയിൽ തുടങ്ങിയൊക്കെയും സഹായിക്കുമായിരുന്നു. ഇതാണ് MPCSന്റെ ധർമ്മം. സപ്ലൈ ക്രെഡിറ്റ്, കളക്ഷൻ ഓഫ് ഡെപ്പോസിറ്റ്, മാർക്കറ്റിംഗ് ഓഫ് ക്രോപ്സ്, സപ്ലൈ ഓഫ് ഫാം ആൻഡ് ഹൗസ് ഹോൾഡ് കമ്മോഡിറ്റീസ്. എന്താണ് മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ? മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് അസോസിയേഷൻ തന്നെയാണ്. പക്ഷെ അവർ അങ്ങനെ വിളിക്കാൻ കാരണം അവർ വെറും അഗ്രികൾച്ചർ ഓപ്പറേഷനിൽ മാത്രമല്ല, അവർ ക്രെഡിറ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട്, ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിംഗ് ക്രോപ്സ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റിംഗ് ഓഫ് ക്രോപ്സ് അവരുടെ ഒരു ധർമ്മമാണ്. സപ്ലൈ ഓഫ് ഫാം ആൻഡ് ഹൗസ് ഹോൾഡ് കമ്മോഡിറ്റീസ്, ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇവർ മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് വിളിക്കുന്നത്. എന്തൊക്കെയാണ് മൾട്ടിപർപ്പസ് സൊസൈറ്റിയുടെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു. സപ്ലൈ ഓഫ് ക്രെഡിറ്റ് ആണ്, കളക്ഷൻ ഓഫ് ഡെപ്പോസിറ്റ് ആണ്, മാർക്കറ്റിംഗ് ഓഫ് ക്രോപ്സ് ആണ്, സപ്ലൈ ഓഫ് ഫാം ആൻഡ് ഹൗസ് ഹോൾഡ് കമ്മോഡിറ്റീസ് ആണ്. കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഫ്രാൻസ്. ഫ്രാൻസിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്തായിരുന്നു നോക്കാം. The cooperative movement in France is generally known as workers movement. വർക്കേഴ്സ് മൂവ്മെന്റ് ആണ്, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റീസ് ആയിരുന്നു അവിടെ ആദ്യമായിട്ട് ഉണ്ടായിരുന്നത്. വർക്കേഴ്സിന്റെ മൂവ്മെന്റ് ആയിട്ടാണ് വർക്കേഴ്സ് സൊസൈറ്റീസ്, പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റീസ് ആണ് അവരുടെ ഫ്രാൻസിൽ വിജയിച്ചത്. കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഫ്രാൻസ്, പ്രൈഡ് ഓഫ് ദി ക്രൗൺ ഓഫ് ദി എൻറ്റയർ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഓഫ് ദി വേൾഡ്. വർക്കേഴ്സ് മൂവ്മെന്റ് ആയതുകൊണ്ട് തന്നെ അത് ലോകത്ത് തന്നെയുള്ള ഏറ്റവും മികച്ച കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആയിട്ട് എണ്ണുന്ന ഒന്നാണ് ഫ്രാൻസിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ്. ഇതിന്റെ സീഡ്, ഇതിന്റെ മുള, വിത്ത്, ഇതിന് വേണ്ട സപ്പോർട്ട് നൽകിയത് ചാൾസ് ഫോറിയർ എന്ന് പറഞ്ഞ ഗ്രേറ്റ് യൂട്ടോപ്യൻ സോഷ്യലിസ്റ്റും ലൂയിസ് ബ്ലാങ്കോ ആയിരുന്നു. Louis Blanc and Charles Fourier considered as the pioneers of the movement in France. Although they set up certain organization on cooperative basis in the beginning of 19th century. The cooperative movement, the present from started after the revolution of 1848. 1848 revolution ശേഷം ആരംഭിച്ച കോപ്പറേറ്റീവ്സ് ഒക്കെ ഗെയിൻഡ് എന്ത് ചെയ്തു, സ്ട്രെങ്ത് ഉള്ള നല്ല
വളർച്ചയുള്ള ഓർഗനൈസേഷനായി മാറി 1848 റവല്യൂഷനോടുകൂടി. കോപ്പറേറ്റീവ് മൂവ്മെന്റ് തന്നെ ഇപ്പോഴുള്ള പ്രസന്റ് ഫോമിലേക്ക് വരെ മാറി. ഗെയിൻഡ് സ്ട്രെങ്ത് അതിന്റെ എന്ത് ചെയ്തു, സ്ട്രെങ്ത് വർദ്ധിക്കുകയുണ്ടായി. അത് 1863 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടോട് കൂടി എന്ത് ചെയ്തു, അവയുടെ സ്ട്രെങ്ത് എന്ത് ചെയ്തു, വർദ്ധിക്കുകയുണ്ടായി. Thereafter, the movement was developed into different economic activities. 1863 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടോട് കൂടി എന്ത് ചെയ്തു, അവിടെയുള്ള കോപ്പറേറ്റീവ്സ് ഒക്കെ അതിന്റെ സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുത്തു എന്ന് പറയാം. Thereafter, the movement was developed into different economic activity, but still workers' cooperatives occupy a dominant position in France. പക്ഷേ വർക്കേഴ്സ് കോപ്പറേറ്റീവ് ആണ് അവിടെ എന്ത് ചെയ്തത്, ഡൊമിനന്റ് പൊസിഷന് നേടിയെടുക്കാൻ സാധിച്ചത്. കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇസ്രായേൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്താണെന്ന് നോക്കാം. ദ ഹോളി ലാൻഡ് ഓഫ് പലസ്തീന്റെ ലാൻഡ് എന്ന് പറയുന്നത് ഹോളി ലാൻഡ് എന്നറിയപ്പെടുന്നത്. അത് ജൂയിഷ് ആയിട്ടുള്ള, ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരായിക്കോട്ടെ, മുസ്ലിംസ് ആയിക്കോട്ടെ, എല്ലാവർക്കും ഹോളി ലാൻഡ് ആണ് പലസ്തീൻ. ഈ ഫലസ്തീനിലെ ഹോളി ലാൻഡ് ഫലസ്തീനില് അതിന് നാറ്റീവ് ഓഫ് ജൂയിഷ് ഫാമിലീസ് എന്നാണ് അറിയപ്പെടുന്നത്. ജൂയിഷ് ഫാമിലിയുടെ നേറ്റീവ് പ്ലേസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. അവരെന്ത് ചെയ്തു, ഹൂവർ സ്കാറ്റേർഡ് ഓൾ ഓവർ ദി വേൾഡ്, അവരെല്ലാ രാജ്യത്തിന്റെ എല്ലായിടത്തേക്കും അവരുടെ ജൂയിഷ് വിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്തു, സഞ്ചരിച്ചു എന്ന് മാത്രമല്ല അവിടെ സ്ഥിരതാമസമാക്കി. 1948 ഫലസ്തീൻ ബ്രിട്ടീഷ് റൂളിലായിരുന്നു. ജൂയിഷ് അതുപോലെ കൺസിഡർ ചെയ്യുന്ന ഫലസ്തീനായിരുന്നു അവരെ പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് അറിയപ്പെട്ടിരുന്നത്. അവരെ അറിയപ്പെട്ടിരുന്ന നേഷൻ വിത്തൗട്ട് ടെറിട്ടറി എന്നുള്ള രീതിയിലാണ് ജൂയിഷ് അറിയപ്പെട്ടിരുന്നത്. നേഷൻ വിത്തൗട്ട് ടെറിട്ടറി. അവർ ഏകദേശം 15th May 1948 വരെ അങ്ങനെ അറിയപ്പെട്ടു. നോൺ 15th May 1948 കൂടി ഇന്ന് കാണുന്ന ഇസ്രായേൽ എന്നുള്ള രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിനുശേഷം ജൂയിഷ് ഫ്രം ഓൾ ഓവർ ദി വേൾഡ് മൈഗ്രേറ്റഡ് ടു ഇസ്രായേലിലേക്ക് എന്ത് ചെയ്തു, അവരൊക്കെ കൂടിയേറി പാർത്തു. ഇതാണ് ഇസ്രായേലിന്റെ ചരിത്രം. അതാദ്യം പറയാനുണ്ടായ കാരണം അതും കോപ്പറേറ്റീവ് മൂവ്മെന്റുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. ഒരു രാജ്യം പോലും ഇല്ലാതിരുന്ന ആളുകൾ, സ്വന്തമായിട്ട് രാജ്യം പോലും ഇല്ലാതിരുന്ന ആളുകൾ സ്വന്തമായ രാജ്യം ഉണ്ടാക്കുകയും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇതാമുഖമായിട്ട് പറഞ്ഞത്. അവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ കോപ്പറേറ്റീവ്സിൽ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ്സ് ഉണ്ട്, ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ഉണ്ട്, പ്രൊവിഡന്റ് ഫണ്ട് സൊസൈറ്റീസ് ഉണ്ട്, കൺസ്യൂമർ സൊസൈറ്റീസ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് ഉണ്ട്, ട്രാൻസ്പോർട്ട് സൊസൈറ്റീസ് ഉണ്ട്. അത് ഒരുവിധം എല്ലാ സൊസൈറ്റീസും അവിടെ ഉണ്ട്. അവിടെ രാജ്യം പണിയുന്ന തന്നെ ഇത്തരം സൊസൈറ്റീസിന്റെ സപ്പോർട്ടോടുകൂടി തന്നെയാണെന്നാണ് പറയുന്നത്. The entire cooperative activity represent 80% of national economy. നാഷണൽ എക്കണോമിയുടെ 18% കോപ്പറേറ്റീവ്സ് ആണ്. അതിൽ അഗ്രികൾച്ചർ ഫീൽഡ് കോപ്പറേറ്റീവ് കവർ മോർ ദാൻ 90% ഓഫ് പ്രൊഡക്ഷനും കോപ്പറേറ്റീവ്സ് ആണ്. ദെൻ അവരുടെ കോപ്പറേറ്റീവ്സിന്, അഗ്രികൾച്ചർ കോപ്പറേറ്റീവ്സിന് അറിയപ്പെടുന്നത് 3 തരം കോപ്പറേറ്റീവ്സ് ആയിട്ടാണ്. കിബുട്സ് കളക്റ്റീവ് വില്ലേജ് എന്നുള്ള പേരും, മോഷാവ് അവിടെയും വർക്കേഴ്സ് സെറ്റിൽമെന്റ് എന്ന പേരിലും, മോഷാവ് ഷിഫ്റ്റുഫി കോപ്പറേറ്റീവ് സെറ്റിൽമെന്റ് എന്ന പേരിലും. കിബുസ് എന്ന് പറഞ്ഞാൽ വളണ്ടറി കമ്മ്യൂണാണ്, എസ്റ്റാബ്ലിഷ്ഡ് നാഷണൽ ലാൻഡ് whose members parties self-labor were all means of production, consumption, health, municipal activities on and maintained collectively on the basis of equality. അവിടെ എല്ലാം എന്താണ്, സെൽഫ് ലേബർ എന്നുള്ള രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഓൾ മീൻസ് ഓഫ് എല്ലാ മീൻസ് ഓഫ് പ്രൊഡക്ഷനും കൺസപ്ഷനും ഹെൽത്തും മുനിസിപ്പൽ ആക്ടിവിറ്റി എല്ലാം അവിടെ കളക്റ്റീവ്ലി ഓൺ ചെയ്ത് ഈക്വലി കളക്റ്റീവ്ലി ഓൺ ചെയ്തിട്ടുള്ള രീതിയിലായിരുന്നു കിബൂസ്. എന്താണ് മോശാവോഡി എന്ന് പറഞ്ഞാൽ, മോശാവോഡി എസ്റ്റാബ്ലിഷ് ചെയ്തത് 1921 മെമ്പേഴ്സ് എന്ത് ചെയ്തില്ല, ഡിഡ് നോട്ട് കംപ്ലീറ്റ് സോഷ്യലൈസേഷൻ ഇൻ കിബൂസ്.
കിബൂസിന്റെ സോഷ്യലൈസേഷൻ പ്രോസസ്സ് എന്ത് ചെയ്തില്ല, കംപ്ലീറ്റ് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഇൻഡിപെൻഡൻസ് സം എക്സ്റ്റെന്റ് ഓഫ് ദിയർ ലിവിങ്, അവരുടെ ലിവിങ് ഇൻഡിപെൻഡൻസ് ഇഷ്ടപ്പെട്ടു, ഇൻഡിപെൻഡൻസ് ആവശ്യമായി വന്നു. അതിനുവേണ്ടി വർക്കേഴ്സ് സെറ്റിൽമെന്റ് എന്നുള്ള രീതിയിൽ മൊഷാവ് ഓവ്ഡിം സ്റ്റാർട്ട് ചെയ്തു. മൊഷാവ് ചിസ്റ്റൂഫി എന്ന് പറഞ്ഞ കളക്റ്റീവ് സ്മോൾ ഹോൾഡേഴ്സ് സെറ്റിൽമെന്റ് ഉണ്ടായി. അത് കിബൂസിന്റെയും മൊഷാവിന്റെയും ഇടയിൽ ഒരു സെറ്റിൽമെന്റ് കൂടി വന്നു. As an agricultural settlement in which members conduct farm and allied operations jointly pooling land. അഗ്രികൾച്ചർ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലാൻഡൊക്കെ പൂൾ ചെയ്യുന്ന ഒരു രീതി, അതുപോലെ എക്യുപ്മെന്റ് ഒക്കെ പൂൾ ചെയ്യുന്ന ഒരു രീതി, എക്യുപ്മെന്റിലെല്ലാം കോ ഓണർഷിപ്പ്, കളക്റ്റീവ് ഓണർഷിപ്പിൽ കൊണ്ടുവന്നിട്ട് ചെയ്യുന്ന ഒരു രീതി. അത് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് അവർക്ക് സെപ്പറേറ്റ് ഹോംസ് ഉണ്ടാവും, അവർ സെപ്പറേറ്റ് ആയി ജീവിക്കും. എന്നാൽ ഫാമിംഗ് എന്താ ആക്ടിവിറ്റീസ് മാത്രം എന്ത് ചെയ്തു കളക്റ്റീവായി ചെയ്യുന്ന രീതി. ഇതാണ് മൊഷാവ് ഷിറ്റൂഫി എന്ന് പറഞ്ഞാൽ. ഈ കോപ്പറേറ്റീവ് സെറ്റിൽമെന്റിന്റെ സക്സസ് ഇസ്രായേലിൽ എൻ്റർ കോപ്പറേറ്റീവ് മൂവ്മെന്റിനും കാരണമാണ്. വേൾഡിലുള്ള കോപ്പറേറ്റീവ് മൂവ്മെന്റിനും ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെയും ഒരു ചരിത്രത്തിൽ ഒരു നല്ലൊരു നായകല്ലായി മാറി എന്ന് പറയാം. കോപ്പറേഷൻ എന്താണ്? ഒരു ഇൻസ്ട്രുമെന്റൽ ഇൻ ദി നാഷണൽ റിവൈവൽ ആൻഡ് ഇഫ് എനി കൺട്രി ഇറ്റ് ഹാസ് ബിക്കം എ വേ ഓഫ് ലിവിങ്. ആക്ച്വലി ഇൻ പ്രാക്ടീസ് ഇറ്റ് ഈസ് ഇസ്രായേൽ ഓൺലി. ഇസ്രായേലിൽ അത് അവരുടെ പ്രാക്ടീസ് തന്നെയാണ്, വേ ഓഫ് ലിവിങ് തന്നെയാണ് ഒരു കോപ്പറേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സക്സസ് എന്ന് പറയുന്നത്, കോപ്പറേറ്റീവ് മൂവ്മെന്റ് സക്സസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇസ്രായേലിൽ നിന്ന് രാജ്യമുണ്ടാക്കിയ മുതൽ തന്നെ അവിടെ ഒരാൾക്കും ഭൂമി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. ഇൻഡിവിജ്വൽ ഹാസ് നോ ഓണർഷിപ്പ് ഓഫ് ദി പ്രോപ്പർട്ടി. ദേ സ്റ്റാർട്ട് ദി സെറ്റിൽമെന്റ്. അവിടെ ഓണർഷിപ്പ് ഉണ്ടായിരുന്നില്ല അവിടെ താമസിക്കുന്ന ആളുകൾക്കൊന്നും തന്നെ. അതുപോലെ they were very anxious to have their own state which has long cherished desire of Jew all over the world. അതേപോലെ തന്നെ ജൂയിഷ് ആ വെരി ഇന്റലിജന്റ് ആന്ന് പറയും, ഹാർഡ് വർക്കിംഗ് ആണെന്ന് പറയുന്നുണ്ട്, പാഷൻസ് ആണ് പറയുന്നുണ്ട്. അതുപോലെ റിലീജിയസ് മൈൻഡഡ് ആണ്, റിലീജിയസ് യൂണിറ്റി അമംഗ് ജ്യൂസ് ഉണ്ട്. അത് ഇതിന്റെ സക്സസിന് കാരണമെന്ന് പറയാം. Then animosity with the Arabs also, as well as their geographical location, have been great help in keeping them together. Animosity with the Arabs as well as their geographical location, ഇത് രണ്ടും അവരെ സഹായിച്ചു. Lack of resources, knowledge, expertise among the immigrants compelled them to collective action. അവരുടെ ലാക്ക് റിസോഴ്സസ് ഇല്ലാത്തത്, നോളജിന്റെ അഭാവം, എക്സ്പെർട്ടൈസ് ഇല്ലാത്തതൊക്കെ അവരെ കളക്റ്റീവ് ആക്ഷനിലേക്ക് നയിച്ചു. ഇതൊക്കെയാണ് അവിടുത്തെ കോപ്പറേറ്റീവ്സ് വിജയിക്കാനുള്ള കാരണം. അവിടെയുള്ള രണ്ട് വ്യത്യസ്ത കോപ്പറേറ്റീവ്സ് കൂടി നമുക്ക് പരിചയപ്പെടാം. 1920 ആരംഭിച്ച ഹിസ്റ്റാഡോർട്ട്, ജനറൽ ഫെഡറേഷൻ ഓഫ് ലേബർ. ഇത് ട്രേഡ് യൂണിയൻ ഓർഗനൈസേഷൻ നാഷണൽ ലെവലിൽ രൂപീകരിച്ചതാണ്. അതിന്റെ മെമ്പർഷിപ്പ് ഓപ്പൺ ആയിരുന്നു. ഓൾ ഇൻഡിവിജ്വൽ അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിനൊക്കെ അത് മെമ്പറാകാൻ സാധിച്ചിരുന്നു. അവരുടെ പ്രവർത്തനം ക്രെഡിറ്റ്, അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ, പ്രോസസ്സിംഗ്, മാർക്കറ്റിംഗ്, കൺസ്യൂമർ ലോണ്ടറി, അങ്ങനെയുള്ള തുടങ്ങിയ എല്ലാ പ്രവർത്തനങ്ങളും അവരുടെ ഇതായിരുന്നു. ഹെവർ ആർട്ട് ഓവ്ഡിം 1929 ആരംഭിച്ച ഫസ്റ്റ് സൊസൈറ്റി അണ്ടർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ചിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് ആണ്. മെമ്പർഷിപ്പ് ഓഫ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ വാസ് സെയിം ആസ് ദി ഹിസ്റ്റാഡോർട്ടിലെ പോലെ തന്നെ ഓപ്പൺ ആയിരുന്നു എന്ന് പറയാം. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഓർഗാനിക് ലിങ്ക് ബിറ്റ്വീൻ ദീസ് ടു ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഒരു ഓർഗാനിക് ലിങ്ക് ആവശ്യമുണ്ടായിരുന്നു ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഇടയിൽ. ദിസ് ഈസ് നോട്ട് ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതൊരു ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നില്ല, പ്രൈമറി സൊസൈറ്റി ആയിരുന്നു. അത് ഇൻഡിവിജ്വൽസ് ആയിരുന്നു അതിൽ മെമ്പേഴ്സ്. ഓൾ അതർ സൊസൈറ്റീസ് ആർ വർക്കിംഗ് ഇൻ ഇസ്രായേൽ അണ്ടർ ഇസ് റൂഫ്. പിന്നീട് ഹവറാട്ട് ഔഡിന്റെ കീഴിലേക്ക് എല്ലാ സൊസൈറ്റീസിനെയും കൊണ്ടുവരികയാണ് ചെയ്തത്.